വന്ന നാട്ടിൽ ഒരു ഏകദേശം ഒരു 200 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഒരു 50 വർഷം മുന്നേ ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് ഒരുപാട് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരു 200ഓളം ഞങ്ങളുടെ പാർട്ട്നേഴ്സുണ്ട്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത ഞങ്ങളുടെ പാർട്ട്നേഴ്സാണ് ഇതിൻ്റെ ഞങ്ങളുടെ മുതൽക്കൂട്ട്. ഞങ്ങൾ വളരെ ചെറിയ രീതിയിൽ ഒരുപാട് ആളുകൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ശോഭിക ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഏകദേശം 300ഓളം ആളുകൾക്ക് നമ്മൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ശോഭികയുടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, 7ഓളം. അതോടൊപ്പം തന്നെ ഞങ്ങളെ മറ്റ് കുറേ സ്ഥാപനങ്ങളുണ്ട്. അപ്പം അതോടൊപ്പം 400ഓളം ഞങ്ങളെ പാർട്ട്നേഴ്സായിട്ട് ഇതിൽ ശോഭികയ്ക്കും ഫാമിലിക്കും ഒരു മുതലാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉടമസ്ഥനില്ല. ഞങ്ങളോട് ചോദിച്ചാൽ എല്ലാവരും ഞങ്ങളൊരു സഹപ്രവർത്തകർ കൂടി ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാനും ഇതോടൊപ്പം തന്നെ മറ്റ് പുറം സ്ഥലം ചെയർപേഴ്സൺ മറ്റവിടെ സെൻട്രലായിട്ടുള്ള സിറ്റി സംബന്ധിച്ചായി എല്ലാ ചടങ്ങിലും എനിക്ക് സാന്നിധ്യം വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുവരെയും ഈ 7ാം എത്താൻ ഞാൻ ശ്രമിക്കുന്നത് കേവലം ഒരു കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി ആയല്ല ശോഭിക പ്രവർത്തിക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അതിൻ്റേതായ ഗുണങ്ങളും ലാഭവിഹിതങ്ങളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന സാധാരണക്കാർക്ക് കൂടി ഉള്ള വളർച്ച ലക്ഷ്യമാക്കിക്കൊണ്ട് ശോഭിക ചെയ്യുന്ന ഈ മാതൃകാപരമായ ദൗത്യം നമുക്കൊക്കെ ഏറെ സന്തോഷവും ശ്ലാഘനീയവുമാണ്. കഴിഞ്ഞ ഒരുപാട് കാലത്തെ കഠിനാധ്വാനം, സത്യസന്ധതയും അതുപോലെ സമർപ്പണവും ഇതൊക്കെയാണ് ഇതിൻ്റെ വിജയം. ഇതിൻ്റെ പുതുതലമുറയ്ക്കുള്ള ശിഹാബടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വളരെ അഗ്രസീവായിക്കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൊഴിലുകൾ ഇല്ലാത്തൊരു കാലഘട്ടം ആയി നാം മാറുമ്പോൾ തൊഴിലുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഇത്തരം സംരംഭങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. പിന്നെ കാസർഗോഡിന് സമർപ്പിക്കുന്നു. ഈ ഒരു സന്തോഷവേളയിൽ എൻ്റെ എല്ലാവിധ മുതലാളിമാരില്ലാത്ത ഒരു കാസർഗോഡിൻ്റെ ഒരു കേന്ദ്ര കൂടിയായി ഈ നാട്ടുകാർക്കെല്ലാം ചുരുങ്ങിയ നിരക്ക് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയുന്ന നല്ല സ്ഥാപനമായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെ ആരംഭിക്കുന്നതെന്നും സൂചിപ്പിച്ചു. കാഞ്ഞങ്ങാട്ട് നേരത്തെ തന്നെ ഇത് ആരംഭിച്ചതാണ്. കാഞ്ഞങ്ങാടിന് ശേഷം കാസർഗോട്ടേക്ക് കൂടി ശോഭിക കടന്നു വന്നു എന്ന് പറയുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഏതാണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10-300 പേർക്കെങ്കിലും പുതിയ തൊഴിൽ സാധ്യത ഉണ്ടാകുന്നൊരു വലിയ സ്ഥാപനമെന്ന നിലയിൽ തീർച്ചയായും നാടിനെ ഗുണം ചെയ്യുന്നൊരു സ്ഥാപനമായി ഇത് മാറും എന്ന പ്രതീക്ഷയോടെ പ്രത്യാശയോടെ എല്ലാവിധ ആശംസകളും. ಎಲ್ಲ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳೇ, ಮುನ್ಸಿಪಲ್ ಚೇರ್ಪರ್ಸನ್ ಆಗಿರುವಂತಹ ಹಾಗೂ ಮುನ್ಸಿಪಲ್ ವೈಸ್ ಚೇರ್ಮನ್ ಆಗಿರುವಂತಹ ಎಲ್ಲ ವಿಶಿಷ್ಟ ಅತಿಥಿಗಳಿಗೆ ನಮಸ್ಕಾರ. ಕಾಸರಗೋಡು ಹೃದಯ ಭಾಗದಲ್ಲಿರುವಂತಹ ಈ ಶೋಭಿಕಾ ವೆಡ್ಡಿಂಗ್ಸ್ ಅಂತ ಹೇಳುವಂತಹ ಈ ಸಂಭ್ರಮವು ತಮ್ಮ 7ನೇ ಔಟ್ಲೆಟ್ ಅನ್ನು ಆರಂಭ ಮಾಡಿದ್ದೆಂದು ಸಂತೋಷವಾಗ್ತಿದೆ. ಇನ್ನು ಮುಂದಕ್ಕೂ ಇವರ ಇಂತಹ ಸಂಭ್ರಮಗಳು ಕೇರಳ ರಾಜ್ಯಾದ್ಯಂತ ಬರಲಿ ಅಂತ ಆಶಂಸಿಸ್ತಾ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ನನ್ನ ಕರೆದಕ್ಕೆ ಧನ್ಯವಾದಗಳು. വേദിയിലിരിക്കുന്ന MLA-മാർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ നേതാക്കന്മാർ, പ്രിയമുള്ള നാട്ടുകാരെ, വളരെയധികം സന്തോഷത്തോടും വളരെയധികം അഭിമാനത്തോടും കൂടിയാണ് ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കാരണം വൻകിട കോർപ്പറേറ്റുകളുടെ ഇത്തരം വലിയ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഒരു നാട്ടിൽ നിന്ന് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ നിന്ന് തുടങ്ങി 200 സ്ക്വയർ ഫീറ്റിൽ ഒരു റൂമിൽ തുടങ്ങി ഇന്ന് 1,00,000 സ്ക്വയർ ഫീറ്റിൽ ഇന്ന് ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ഈ ശോഭിക വെഡിങ് സെൻറ്റർ തീർച്ചയായും ഇതൊരു മാതൃകയാണ്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്ന വഴികളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുമ്പോൾ വ്യാപാരികൾക്കൊക്കെ ഒരു മാതൃകാപരമായ ഒരു ബിസിനസ്സിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഉടമകളാണ് ഇവിടെ ഇന്ന് ഈ സംരംഭം തുറക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഈ വെഡിങ് സെൻറ്റർ വരും നാളുകളിൽ ഇതിനേക്കാൾ ഉയരത്തിലേക്ക് എത്തിക്കൊണ്ട് ഇവിടുത്തെ ഒരുപാട് ആളുകൾ തൊഴിൽ കൊടുക്കുവാനും അതുപോലെ സാമൂഹിക സാംസ്കാരിക മേഖലകൾ
Gold and Diamonds, Kerala and Karnataka.